സംസ്ഥാനത്ത് കാർ പോർച്ചിൽ കിടന്ന കാറിന് ടോൾ പിരിച്ചു. ഇടപ്പള്ളിയിൽ കിടന്ന കാർ തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസ കടന്നുപോയെന്ന് പറഞ്ഞാണ് പണം പിരിച്ചത്. മുൻ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ പി.കെ. സജീവന്റെ ഫാസ്ടാഗ് അക്കൗണ്ടിൽ നിന്ന് 90 രൂപയാണ് നഷ്ടമായത്. ടോൾ പിരിവുമായിട്ട് ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും പരാതികളും ഒക്കെ നമ്മൾ നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നതാണ്. ഇത്തരത്തിലൊരു വിചിത്രമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇടപ്പള്ളിയിലെ വീട്ടിലെ കാർപൂർച്ചിൽ കിടന്നിരുന്ന കാറ് തൃശൂർ ടോൾ പ്ലാസ കടന്നുപോയി എന്ന് കാണിച്ച് ഫാസ്ടാഗ് അക്കൗണ്ടിൽ നിന്നും 90 രൂപയാണ് നഷ്ടമായത്. മുൻ ജില്ലാ ഗവൺമെന്റ് ലീഡർ പി.കെ. സജീവിന്റെ അക്കൗണ്ടിൽ നിന്നുമാണ് ആ തുക നഷ്ടമായത്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ഇതെന്താണ് ഈ സംഭവം ഉണ്ടായിരുന്നത്? കഴിഞ്ഞ ഞായറാഴ്ച 8:10 എനിക്കൊരു മെസ്സേജ് വരികയാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന്. അതായത് 8:8 എൻ്റെ വണ്ടി പ്ലാസയിൽ കൂടെ കടന്നു പോയെന്നും 90 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഫാസ്ടാഗ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തതായിട്ടും ഒരു മെസ്സേജ്. അപ്പോൾ തന്നെ ഞാൻ ചളമക്കര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ പരാതി കൊടുത്ത് ക്രൈം എടുത്ത് എനിക്ക് റെസിപ്റ്റ് തന്നു. അതിനുശേഷം എനിക്കൊരു മെസ്സേജ് വന്നൊരു പോലീസ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ സോഫാർ ഒരു ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ അകത്ത് നടന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഇത് ഒരു കോമൺ കോസ്, അതായത് സൊസൈറ്റിയെ ബാധിക്കുന്ന ഒരു വലിയ ഇഷ്യൂ ആണിത്. ഇതുമായി ബന്ധപ്പെട്ട ബാങ്കും ഈ ടോൾ പ്ലാസ എൻ്റെ ഒഫീഷ്യൽസൊന്നും അറിയാതെ ഇങ്ങനൊരു തട്ടിപ്പ് നടക്കില്ല, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ പോലീസ് ഇത് അന്വേഷിച്ച് തെളിയിക്കാൻ തന്നെ. പക്ഷേ പോലീസ് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല. ഞാൻ ഇന്നും പോലീസ് കൺസേൺഡ് ഓഫീസറെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഉത്തരവ് കിട്ടിയിട്ടില്ല, ഞാൻ അന്വേഷിക്കാം എന്നാണ് പറയുന്നത്. പല ആളുകളിൽ നിന്ന് ഇതേമാതിരി അനുഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അങ്ങനെയാണ്. പക്ഷെ പലരും പരാതിപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം ആരും ഇതിൻ്റെ പുറകെ പോകാനുള്ള, ഇപ്പോൾ എനിക്ക് തന്നെ അനുഭവം, ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ജില്ലാ പ്രോസിക്യൂട്ടറൊക്കെ ആയി സേവനം അന്വേഷിച്ച് എനിക്ക് പോലും പോലീസിൽ നിന്നുണ്ടായ അനുഭവം ഇതാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് ഇതുമായി യാതൊരു ബന്ധമില്ലാത്തവനെ ചെന്ന് കഴിഞ്ഞാൽ അവരിത് മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിനൊരു അലംഭാവമുണ്ട്. 90 രൂപയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്നും 90 രൂപ പിരിക്കുകയാണെങ്കിൽ അങ്ങനെ നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും പിരിക്കുമ്പോൾ അത് ലക്ഷക്കണക്കിന് രൂപയായിട്ട് മാറുകയാണ്. ഏതായാലും അദ്ദേഹം സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. വ്യക്തമായ ഒരു അന്വേഷണം ഇതിന് വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.